അല്ലേ? എങ്ങനെയുണ്ട് ഈ സർക്കാരിന്റെ 2.5 വർഷത്തെ ഭരണത്തെ കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ? നിങ്ങൾ പ്രത്യേകിച്ച് പാർട്ടിയിലൊന്നും എന്താണ് ഒന്ന് വിലയിരുത്തിയാൽ എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് 2.5 വർഷം? അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. തുടരാൻ സാധ്യത ഉണ്ടോ 2.5 വർഷം കഴിഞ്ഞാൽ? വളരെ സാധ്യത കുറവാണ്. വളരെ സാധ്യത കുറവാണ്. ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ഭരണവിരുദ്ധ വികാരം എവിടെയൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണോ? എന്താണ് നമ്മുടെ അഭിപ്രായം നവകേരള സദസ്സിനെ കുറിച്ച്? രാഷ്ട്രീയമില്ല. അല്ല, നവകേരള സദസ്സിനെ കുറിച്ച് അഭിപ്രായം എന്താ? ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ അടിപിടിയൊക്കെ നടന്നു, ജസ്റ്റ് കണ്ടു അല്ലേ? എന്താണ് അഭിപ്രായം? അവർ ഉദ്ദേശിച്ചൊരു ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? അതായത് ജനസദസ്സിലേക്ക് അവരെത്തി, പക്ഷേ ആ രീതിയിലല്ല, ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ തന്നെയാണോ അഭിപ്രായം? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് അഭിപ്രായം ചേട്ടാ? ഇതുവരെയ്ക്ക് അവർ ജനങ്ങളുടെ മനസ്സിലായിട്ട് എത്തിയിട്ടില്ല. ഇത് വലിയ രീതിക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ആദ്യം മന്ത്രിമാരൊക്കെ സ്വന്തമായിട്ട് അവരെ നല്ല ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അടുത്തതിന് ഒരു ചാൻസ് കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല രീതിക്ക് മന്ത്രിമാര് ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം. ഇനി കുറച്ചുകൂടി അവർ ഇറങ്ങി പ്രവർത്തിക്കണം. ഇനി അടുത്ത 2.5 വർഷം ഇല്ലയോ, അത് നല്ല രീതിക്ക് പ്രവർത്തിച്ചാൽ ഒരു ചാൻസ് കൂടെ കിട്ടും. മോദി സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? കേന്ദ്രം വലിയ രീതിക്ക് പ്രശ്നമില്ല. വീണ്ടും തുടരാൻ സാധ്യതയുണ്ടോ? തുടരാൻ സാധ്യതയുണ്ട്. ഇവിടെ എന്താ മോദിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോദി ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ആ ഒരു ഡെവലപ്മെന്റ് വന്നിട്ട് പിന്നെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഒരു തേർഡ് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കഷ്ടകാലമാണ് നമുക്ക്. ഒരുപാട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, GST ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. അതേപോലെ തന്നെ നമ്മൾ ആനുകൂല്യങ്ങൾ ഒരുപാട് വെട്ടി ഒരു ശത്രു രാജ്യത്തോട് ഒരു രാജ്യം കാണിക്കുന്ന ഒരു മനോഭാവത്തിലാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, നിഷ്പക്ഷമായി ഞാൻ പറഞ്ഞു. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. ബ്രാഞ്ച് സെക്രട്ടറി നിഷ്പക്ഷമായിട്ട് എങ്ങനെ പറയുന്നത്? പറയാൻ പറ്റുന്നില്ല. ആ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറി എന്റെ വിഷയം എന്ന് വെച്ചാല് ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചിറങ്ങുമ്പോ എനിക്ക് ട്രോൾ കിട്ടിയേനെ. ഡോക്ടർ അരുൺ, ഞാൻ പറയുന്നത് നമ്മളെ ഈ സോൾസ് ഓഫ് കൊല്ലത്തില് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒന്നുമില്ല. നമ്മൾ ഇത് ഈ പറഞ്ഞത് നിഷ്പക്ഷമായിട്ടാണ്, തൊട്ടറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ല രാഷ്ട്രീയം ആരെയും പൊക്കി പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ഓരോ ന്യൂനതകൾ പറഞ്ഞു. നമ്മൾ ആ ഒരു നിലപാട് എടുക്കുന്നതാണ്. മനസ്സിലേ? അപ്പൊ മൊത്തത്തിൽ ഹാപ്പിയാണ് ലൈഫ്? ഹാപ്പി, വെരി ഹാപ്പി, അടിപൊളി. ഒരു മുസ്ലിം പാർക്ക് കിടക്കുന്നുണ്ട്, അത് ഇതേവരെ തുറന്നിട്ടില്ല. 3 കൊല്ലം. ഇപ്പൊ പെയിന്റ് അടിച്ച് പുള്ളിയും ചെത്തിയിട്ടേ പൂട്ടിയും കിട്ടും. പിന്നെ 3 കൊല്ലമായി. 3 വർഷമായിട്ട് ഒരു പാർക്ക് തുറന്നത് കേസിലാണെന്ന് പറയുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ ഇത് പെയിന്റ് അടിച്ച് പുല്ലും ചെത്തിയിട്ടേ പൂട്ടിയിട്ടിരിക്കുന്നു. അതാണ് ഒരു അവസ്ഥ. ഇതാണ് അതേ ഒരു വാശി കണക്ക് ആർക്കും കൊടുക്കത്തില്ല, നമ്മൾ തീരുമാനിക്കും കാര്യം. അത് കോർപ്പറേഷൻ ആയിരിക്കും. ആണോ? അതങ്ങനെ ആയിരിക്കും. എത്ര വാശി ജനങ്ങളോട്? അത് പറഞ്ഞൂടാ. ഇപ്പൊ എന്തുകൊണ്ട് 3 വർഷം ഇപ്പൊ കൊറോണ കേസ് പാർക്ക് തുറന്നു കൊടുത്തിട്ടില്ല? 3 വർഷമായിട്ട് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചായിരിക്കും അല്ലേ? അപ്പൊ ആ പാർക്കാണ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുക. ഇടയ്ക്ക് പെയിന്റ് ചെയ്യും. എന്തിനു വേണ്ടി പെയിന്റ് ചെയ്യുന്ന ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? നവകേരള സദസ്സ് വരുന്ന സമയത്ത് ടാറിടുന്നു, പെയിന്റ് അടിക്കുന്നു. അങ്ങനെ ചില കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു. ഈ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരെ സംബന്ധിച്ച് ഈ കൊല്ലത്ത് ഏറ്റവും വലിയൊരു പ്രമുഖനാണ്, വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു മുസ്ലിയാർ പാർക്ക്, ഇത് ജനങ്ങൾക്കായിട്ട് അതിന്റെ നിയമ തടസ്സങ്ങൾ ആരോ ഇത് കോട്ട് ചെയ്തിട്ട് രണ്ടാമത് അത് അങ്ങനെ ഏതോ കേസിൽ കിടക്കുകയാണിത്. അപ്പൊ നമ്മളിത് സമീപിച്ചു. പക്ഷെ ഇത് നമ്മൾക്കായിട്ടൊക്കെ തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ കുറച്ച് ജിംനേഷ്യൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഓപ്പൺ ജിം ഇല്ല. നോക്കൂ, ഓപ്പൺ ജിം ഉണ്ട്, പാർക്കിലുണ്ട്. പാർക്കിൽ കയറണേ പൈസ കൊടുക്കണം. പാർക്കിൽ കയറണ പൈസ. പിന്നെ ഓപ്പൺ ജിം ആണ്, പക്ഷെ പൈസ കൊടുക്കണം. അത് ഓപ്പൺ ജിം അല്ല, ക്ലോസ്ഡ് ജിമ്മാ. പൈസ ഇല്ലാത്ത ഒരു ജിമ്മിൽ പോട്ടെ. നോക്കൂ, പരാതികളുടെ ഒരു പ്രവാഹം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നവകേരള സദസ്സ് പരിഹരിച്ചാൽ കൊള്ളാം.